ഹലോ ഗൈസ്, മാലൂട്ടേക്കാണ്. ഈ ന്യൂസ് എത്ര ആൾക്കാർ കണ്ടു? ഇത് സംഭവം നടന്ന കാസർഗോഡാണ്. വേടന്റെ പരിപാടിയിൽ തിക്കും തിരക്കും എന്താ പറയുക, സമീപത്തുള്ള റെയിൽവേ പാളം മുറിച്ച് കടന്ന യുവാവ് ട്രെയിൻ തട്ടി മരിച്ചത് പെയിനാച്ചി സ്വദേശി ശിവാനന്ദ. വയസ്സ് നോക്കണം, 19 വയസ്സാണ്. ഓക്കെ. അപ്പം ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കേരളത്തിലുള്ള യുവതലമുറയിൽപ്പെട്ട ജെൻസി എന്നൊക്കെ പറഞ്ഞാൽ ഈ 10 മുതൽ 10, 20, 23 വയസ്സിൽപ്പെട്ട ആൾക്കാർ, ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് വേടൻ എന്തോ പറഞ്ഞെന്തോ വലിയ ദൈവമാണെന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഓര് നടക്കുന്നത്. ഈ വേടൻ ദൈവം, ഓനൊരു വലിയ ആളൊന്നുമല്ല. ഓൻ ജാതി എന്ന് പറഞ്ഞു, ജാതിയും കറുപ്പ് എന്ന് പറഞ്ഞ നിറം വിറ്റ് പൈസ ഉണ്ടാക്കാൻ അറിയുന്ന ഒരുത്തം മാത്രമാണ് വേടൻ. അല്ലാതെ ഓൻ അതിന് മാത്രം വലിയ കഴിവുള്ളതായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. ഓക്കെ. പിന്നെ CPM ഗവൺമെന്റ്, സംസ്ഥാന സർക്കാരിന്റെ മറ്റേ മികച്ച പാട്ടുകാരനുള്ള അവാർഡ് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ അറിയാലോ, ഓൻ്റെ CPM അനുഭാവി ആയതുകൊണ്ടും CPM വേണ്ടി ഭാവിയിൽ പ്രചാരണത്തിന് ഇറങ്ങും അതിൻ്റെയൊക്കെ പുറത്ത് മാത്രം കൊടുത്തത് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇല്ലാതെ ഇത് കിട്ടാൻ മാത്രമുള്ള കഴിവൊന്നും ഓനില്ല. ജാതി മാത്രം പറഞ്ഞ് ഒരു കഴിവുമില്ലാതെ നടക്കുന്ന ഒരു പുണ്ട, അത് മാത്രമാണ് വേടൻ. അങ്ങനെ ഉള്ള ഒരുത്തനെ പരിപാടി കാണാനാണ് ഇവരന്മാര് പോയത്. മൊത്തം മൾട്ടിപ്പിൾ റേപ്പ് കേസിൽ പ്രതിയാണ് വേടൻ. എന്നിട്ട് അങ്ങനെയുള്ള ഒരുത്തന്നെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് പോയിട്ടാണ് ഒരുത്തൻ ചത്ത് തൊലഞ്ഞത്. ഞാൻ എത്ര പറയുന്നുള്ളൂ, ഓൻ ചത്തത് നന്നായി, അല്ലാതെ വേറെ ഒന്നുമല്ല. ഈ പഠിക്കുന്ന സമയത്ത് പഠിക്കണം, അതല്ലാതെ ഇമാതിരി പരിപാടിയെ കാണാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചത്ത് തോല തന്നെ ഉള്ളു. ഞാൻ പറയുന്നതാ, ഇപ്പോഴും ഞാൻ പറയുന്നു, വേടനെന്നല്ല, ഒരു സിനിമാ നടനാണെങ്കിലും സിനിമാ നടിയാണെങ്കിലും, ഇനി അതല്ല ക്രിക്കറ്റർ ആണെങ്കിലും, ഏത് ഫീൽഡിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, ഇവര് ദൈവങ്ങളൊന്നല്ല. ഇവരെ കാണാനൊക്കെ പോയിട്ട് നിങ്ങളെ ജീവിതവും ജീവനും വെറുതെ കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചത്ത് തൊലഞ്ഞാല് ഇങ്ങൾക്കും പോകും, നിങ്ങളെ വീട്ടുകാർക്കും പോകും, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആൾക്കാർക്കും പോകുന്നല്ലാതെ വേറെ ഒന്നും വേറെ ആർക്കും ഒന്നും നഷ്ടപ്പെടാനുള്ള. ഈ പറഞ്ഞ സോ കോൾഡ് ഇൻഫ്ലുവൻസർ പൈസ കൊടുക്കുമോ? വേടന് നഷ്ടപരിഹാരം കൊടുക്കുമോ? ഒരിക്കലും ഇല്ല. ഇനി ഗവൺമെന്റ് ഇനി കേസായിട്ട് അവന്റെ വീട്ടുകാർ പോയി കഴിഞ്ഞാൽ, വേണ്ടതിന്റെ കേസായിട്ട് വീട്ടുകാർ പോയി കഴിഞ്ഞാൽ എന്ത് നടക്കും? ഇല്ല. ഒരു CPM അനുഭാവിയാണ്, അതുകൊണ്ട് പാർട്ടികളെ സംരക്ഷിക്കുകയും ചെയ്യും, ഫ്രീ ആയിട്ട് വിടുകയും ചെയ്യും. അപ്പം നമ്മൾ നോക്കുമ്പോൾ പല കാര്യങ്ങളും നോക്കിയിട്ട് വേണം ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ. പുതിയൊരു വീഡിയോ നാളെ കാണാം. നിങ്ങളെ കമന്റ് എന്ന് വെച്ചാൽ അഭിപ്രായം രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യണം.